എന്താ ഇവിടെ എന്താണ് മുഖത്തൊരു ടെൻഷൻ? അതായത് എൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു 4 ദിവസം മുന്നേ. അപ്പോൾ ഇന്ന് ഡിസ്ചാർജ് ആണ്. അപ്പോൾ ഞാൻ പൈസ ചോദിച്ചു നമ്മുടെ ഷാഫിഖാനോട്, മൂപ്പര് തരാമെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ മൂപ്പർക്ക് വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആണ്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങളടുത്ത് കുറച്ച് പൈസ എന്തുണ്ടാവും തരാൻ? എടാ പൈസൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കുറച്ച് ഞാനും ടെൻഷനിലാണ്. ഞാൻ പൈസക്കും വേണ്ടി അർജൻറ്റായിട്ട് പോവാണ്. ഇപ്പം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എന്താ ഇപ്പം ചെയ്യുക നമ്മൾ? എന്നാൽ കുഴപ്പമില്ല, ഞാൻ വേറെ ആളെ നോക്കി. ചങ്ങാടിക്ക് പോയില്ലെന്നാൽ ഞാൻ വേറെ ആളോട് കാണാനുണ്ട്. നല്ല വർത്താനം. എന്താ വർത്താനം? സുഖല്ലേ? കുറച്ച് പൈസ വേണ്ടി. ഞാനാണ് ഇപ്പൊ വണ്ടിയാണ് വർക്ക്ഷോപ്പിലാണ്. ഇപ്പൊ ബ്രേക്കിന്റെ പണിയായി. 2-3 ദിവസമായിട്ട് ഇപ്പൊ വണ്ടി വർക്ക്ഷോപ്പിലായിട്ട് ഇപ്പൊ ഞാൻ വർക്ക്ഷോപ്പ് പോണ വഴിയാണ്. എന്താ ഇപ്പൊ ചെയ്യാ? ഞാൻ വേറെ നോക്കാം കേട്ടോ, പ്രശ്നമല്ല. ഓക്കെ, ഒന്നും ഇല്ലാഞ്ഞിട്ടാട്ടോ, അത് പ്രശ്നമല്ല. അല്ലെ പിന്നെ അവിടെ നോക്ക്, നമ്മളെ മാറൂഫ് ഇവിടെ നാട്ടിലുണ്ട്. യോണ്ടൊന്ന് ചോദിച്ചത് മൂപ്പരത്തുനിന്ന് പൈസ കിട്ടുമോ? കിട്ടുമോ ചോദിച്ചാൽ എൻ്റെ ബുദ്ധിമുട്ടൊന്ന് പറഞ്ഞു നോക്ക്. തരാൻ സാധ്യതയില്ല. ഞാൻ കിട്ടുകയാണെങ്കിൽ എൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ കിട്ടുകയാണെങ്കിൽ പൈസക്ക് ഏതായാലും ഇല്ലാതെ നടക്കല്ലേ. എന്താ വർത്താനം? ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നതേ ഒരു സഹായം ചോദിച്ചാണ്. കുറച്ച് പൈസ ഉണ്ടാവും നിങ്ങളുടെ അടുത്ത് തരാം? അല്ല, എന്താ എന്റെ ആവശ്യം? ഒരു ഹോസ്പിറ്റൽ കേസിൽ എന്റെ അമ്മക്ക് ഒന്ന് ഡിസ്ചാർജ് ആണ്. 4 ദിവസമായി സുഖമില്ലാതെ അഡ്മിറ്റ് ആയിട്ട്. അപ്പൊ നമ്മളെ ഷാഫിഖാനോട് ഞാൻ പറഞ്ഞു. ഷാഫിഖാനോട് ചോദിച്ചേ? ആൾക്കാരോട് ചോദിച്ചേ? ഇപ്പൊ ഒരു പൈസ തരാന്ന് പറഞ്ഞ് ഏറ്റിനി. അപ്പൊ ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യണമെന്ന് വിളിച്ചിനി. അപ്പൊ ബില്ലടക്കം അതിന്റെ അടുത്ത് പൈസ ഇല്ല. അപ്പൊ 1-2 ആൾക്കാരൊക്കെ ചോദിച്ചു, ഓരോടത്തൊന്നും ഇല്ല. അപ്പൊ നിങ്ങളുടെ അടുത്ത് എന്തുണ്ടെങ്കിൽ ഒന്ന് സഹായിക്കും. സത്യത്തിൽ ഞാൻ ഭയങ്കര ടൈറ്റില്ല, പൈസ എന്റെ കയ്യിലൊന്നുമില്ല. ഇപ്പോ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? ഞാൻ പരക്ക് തന്നാ എന്തായാലും ചേച്ചി തിരിച്ചു തരണ്ടേ? തിരിച്ചു തരും, അത് നിങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് തിരിച്ചു തരും. ഇപ്പൊ എന്റെ അമ്മാനോട് കൊണ്ടുവരാൻ കുറച്ച് പൈസ വേണം. മനപ്പേ, ഞാൻ ഷാഫിഖാനോട് ചോദിച്ചോ, കാര്യം നടക്കൂല. ഇപ്പൊ എനിക്ക് നടക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഇവിടെ വാങ്ങി 2 സ്ഥലമല്ലേ, ആ സ്ഥലത്ത് ഒരു പൂച്ചെടുത്തുണ്ട്. ഞാൻ അതിന് വിറ്റുകാണ്ട് തൽക്കാലം ഇപ്പം എൻ്റെ ആവശ്യം നടക്കും. ഇത് പോയി അത്യാവശ്യം നല്ല കാണാൻ നല്ല ഭംഗിയുള്ള പൂച്ച. വില കിട്ടുമോ കൊടുത്തേ? കുഴപ്പമില്ല, അത് അത്യാവശ്യം നല്ല വില കിട്ടേണ്ടതാണ്. ഇന്ന് പോയി നോക്ക്, എൻ്റെ ഇപ്പത്തെ ആവശ്യം നടക്കും. അത് ശരിയാവോ? നടക്കൂടാജി, പോയി നോക്ക്. ആരും വരുമൊന്നുമില്ല അത് അന്വേഷിച്ചുകൊണ്ട്. എന്തായി, പോയിട്ട് കിട്ടിയില്ലേ? അത് ഞാൻ വേണ്ടെന്ന് വെച്ചു. അതെ, അതിനെനിക്കെടുത്ത് വിറ്റ് പൈസ ആക്കാൻ തോന്നിയില്ല. അതൊരു പാവ മിണ്ടാപ്രാണിയല്ലേ. അതിനെ വിറ്റാണ്ട് ഞാൻ ആ പൈസക്ക് എന്റെ അമ്മാനെ കൊണ്ടുവന്നാലേ എനിക്ക് നന്നാവലാന്ന് തോന്നി. ഞാൻ പറഞ്ഞു ഞാൻ ഇഷ്ടം പോലെ കാട്ടിക്കും. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴല്ല ഈ പിന്നെ പൂച്ചകളോട് ഇതിനോടൊക്കെ സ്നേഹം കാട്ടണ്ടേ? എന്റെ ഒരു ജന്തു സ്നേഹം. എന്ത് പണിയാ ഷാഫിക്ക് ഞങ്ങൾ കാണിച്ച്? എത്ര നേരം ഞങ്ങൾക്ക് വിളിച്ചു. നമ്മളെ ഫോൺ വിളിച്ചപ്പോഴൊക്കെ സ്വിച്ച് ഓഫ് ആണ്. ഞാൻ ചോദിച്ചാൽ ഞാൻ ആരോടും ബാക്കിയില്ല പൈസ ചോദിച്ചാൽ. എൻ്റെ അമ്മാനെ എങ്ങനെയെങ്കിലും നിനക്കൊന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരണം. നിങ്ങൾ തരാന്ന് സഹായിക്കാന്ന് ഉറപ്പ് പറഞ്ഞോണ്ടാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എന്താ ഞാൻ ചെയ്യാ? മനാഫേ, ഒന്നുകൊണ്ട് ബേജാറാകണ്ട. എൻ്റെ അമ്മാനെ ഞാൻ ഡിസ്ചാർജ് ചെയ്ത് ഒരേ കൊണ്ടേയാക്കി 1 മാസത്തെ മരുന്നും വാങ്ങി കൊടുത്തിട്ടാ ഞാൻ വരുന്നത്. എന്താ അന്തം വിട്ടിക്കിട്?
ഇജ്ജ് ഒന്ന് എന്റെ പുരയിൽ പോയി നോക്കിയാ എന്റെ ഉമ്മ അവിടെ ഉണ്ടോ ഇല്ലയെന്ന്. ഞാൻ ഡിസ്ചാർജ് ചെയ്ത് ഉമ്മാനെ അവിടെ കൊണ്ടുപോയി ആക്കി മരുന്നും ഒക്കെ വാങ്ങി എല്ലാം കൊടുത്തുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. മനസ്സിലായില്ലേ? പിന്നെ ഈ എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലാന്ന് പറഞ്ഞു. അതിന്റെ ഫോണ് ഞാൻ തൽക്കാലം എന്ത് ചെയ്ത് ഞാൻ വിറ്റ്. ഈ ബേജാറാക്കണ്ട, ഫോണ് നമുക്ക് പിന്നെയും വാങ്ങാം, അതൊന്നും പ്രശ്നമില്ല. സംഗതി ഇപ്പം എല്ലാം നടക്കട്ടെ, നമ്മളെ കാര്യങ്ങൾ നടക്കണ്ട. എന്തായാലും നിങ്ങളെ ഫോണ് വിറ്റാണ്ട് ആ പൈസക്ക് എൻ്റെ അമ്മാനെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ എന്തിനാ നിങ്ങളെ ഫോണൊക്കെ വിറ്റ? ഞാൻ എന്നാ വേറെ മാർഗം നോക്കൂലേ? ഞാൻ 4 ദിവസം മുമ്പ് എന്നോട് ഏറ്റതല്ലേ പൈസ തരാന്നുള്ളത്. പിന്നെ ആണെങ്കിൽ അതിന്റെ ഇടയ്ക്കാണ് എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടും വന്നു. പിന്നെ ഇപ്പൊ ഞാനതൊന്നും നോക്കിയില്ല. ഞാൻ എന്ത് ചെയ്തല്ലോ, ഫോണാണ്ട് വിറ്റ്. ഫോണ് നമുക്കിപ്പോ പൈസ ഉണ്ടെങ്കിൽ ഇപ്പൊ ഇനിയിപ്പോ നമുക്ക് പിന്നെയും വാങ്ങാലോ. തൽക്കാലം ഇപ്പൊ നമ്മളെ കാര്യങ്ങളല്ലേ നടക്കേണ്ടത്. ഏതായാലേ ഞാൻ പോവാണ്. ഇജ്ജ് പോയിക്കോ. അവിടെ ഉമ്മ ഉണ്ട് അവിടെ, ഞാൻ ചെല്ലു കേട്ടോ. നോക്കേ.